ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നൈലോണിൻ്റെ ത്രെഡാണ്. ഇതാണ് നൈലോണിൻ്റെ ത്രെഡ് വരുന്നത്. ബീഡ്സും സീക്വൻസും ഒക്കെ മെയിനായിട്ടും ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ വർക്കിൽ വരുന്ന ഔട്ട്ലൈൻസൊക്കെ ഈ ഒരു സെറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബീഡ്സും സീക്വൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരി ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ലൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറി ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടുലിപ്പിൻ്റെ നീഡിലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗോൾഡൻ കളറ് സീക്വൻസ്, ഷുഗർ ബീഡ്സ്, പിന്നെ കട്ട് ബീഡ്സ്, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്ലീവിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്ത പോലെ തന്നെയാണ് അടുത്ത സ്ലീവിൻ്റെ വർക്കും ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നൈലോണിൻ്റെ ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലുള്ള വൈൻസൊക്കെയാണ്, ഈ ഡിസൈനിൽ എവിടെയൊക്കെയാണോ വൈൻസ് വരുന്നത് ആ വൈൻസൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് കട്ട് ബീഡ്സാണ്. ഈ ഒരു കട്ട് ബീഡാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ കട്ട് ബീഡാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം നീഡിലേക്ക് ലോഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ നമുക്കത് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു 2 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ബീഡ്സ് ഓരോ ചെയിനിലേക്കും ഇങ്ങനെ ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് ഇറക്കി കൊടുക്കുന്നത്. ആ രീതിയിലാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു വൈൻസിൻ്റെ ഡിസൈൻ നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, അതിലേക്ക് ഒറ്റ ടൈം ഒരു കട്ട് ബീഡാണ് അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ സർക്കിൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിൻ്റെ ഡിസൈനിനനുസരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പുള്ള കട്ട് ബീഡ്സാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാം. 2-3 കട്ട് ബീഡൊക്കെ ഒറ്റയടിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസൈനിൻ്റെ നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഓരോ ഡിസൈനും എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എൻഡ് നോട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടെ എൻഡ് നോട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഡിസൈനിലേക്കാണോ അടുത്തത് പോകേണ്ടത് അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1-2 കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇടുക. നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ഒരു കട്ട് ബീഡിന് ഒരു ചെയിൻ സ്റ്റിച്ച്, അതായത് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കട്ട് ബീഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനും. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡൊന്നും കിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു അതിൻ്റെ ഒരു ഫാസ്റ്റ് നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു എയിം കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് സ്പീഡിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മൾ നോർമൽ ബീഡ്സ് വർക്കിനേക്കാളും ആരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബീഡ്സ് വർക്ക് സൂചി നൂല് യൂസ് ചെയ്തിട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ആരി വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വൈൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എൻഡ് നോട്ട് കൊടുക്കുക. എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻഡ് നോട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിൽ ഈ ത്രൂ ഔട്ട് എവിടെയൊക്കെ ഈ വൈൻസിൻ്റെ ഡിസൈൻ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ബാക്കി എല്ലാ വൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇപ്പോൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ വൈൻസും കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെത്തേഡിൽ ലീഫുകൾ എവിടേക്കാണോ വരുന്നത് ആ ലീഫുകളൊക്കെ കംപ്ലീറ്റ് ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ലീഫിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന അതിൻ്റെ സ്റ്റെം ആദ്യം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇവിടെ നമ്മൾ കട്ട് ബീഡ്സ് ചെയ്ത പോലെ ഒരു ചെയിൻ സ്റ്റിച്ചിൽ 2 or 3 ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. കട്ട് പീസ് ചെയ്ത പോലെ ഒറ്റൊറ്റയായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റിച്ചിൽ തന്നെ ഒരു 2-3 മാക്സിമം ഒരു 3 അത്രയും ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ ലീഫിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഒരു 4-5 ഷുഗർ ബീഡ്സ്. ഇപ്പോൾ കട്ട് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ 3 കൊടുത്താൽ മതി. ഇവിടെ കുഞ്ഞു ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് ഒരു 4-5 ബീഡ്സൊക്കെ അറ്റ് എ ടൈം കൊടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്നെ ചെയിൻ സ്റ്റിച്ചുകൾ മാത്രമായിട്ട് ബീഡ്സ് ഇടാതെ ചെയിൻ സ്റ്റിച്ചുകൾ മാത്രം ഇട്ടിട്ട് ഈ സൈഡിലേക്ക് വരിക. എന്നിട്ട് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യാം, ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 നമ്മൾ ആദ്യം എത്രയാണോ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്രയും തന്നെ ബീഡ്സ് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് മറ്റേ അറ്റത്തോട്ട് നീട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ എത്തുന്ന സമയത്ത് കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒറ്റയടിക്ക് വേണമെങ്കിൽ വലിയൊരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3 ചെയിൻ സ്റ്റിച്ചുകൾ കുഞ്ഞതായിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് വരാം. വീണ്ടും എന്ത് ചെയ്യാം, ബീഡ്സ് ലോഡ് ചെയ്ത് കൊടുക്കുക ത്രെഡിലേക്ക്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ ലീഫുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ലീഫുകളും ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ലീഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ലീഫും എൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻഡ് നോട്ട് ഇട്ടിട്ട് നെക്സ്റ്റ് നമ്മൾ ഏത് ലീഫിലേക്കാണോ പോകേണ്ടത് ആ ഒരു ലീഫിലേക്ക് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് അവിടെയും ഈ ഒരു സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് എല്ലാ ലീഫുകളും ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ഫുൾ സെറ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി എവിടേക്കാണോ ലീഫ് വരുന്നത് അതൊക്കെ ഈ ഒരു സെയിം പ്രോസസ്സ് വെച്ചിട്ട് തന്നെ ബാക്കി ഡിസൈനിൽ വരുന്ന എല്ലാ ലീഫുകളും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെരി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ ഈ ലീഫിനൊക്കെ ഔട്ട്ലൈൻ കൊടുക്കുക. പിന്നെ ഫ്ലവറിനും അതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ കൊടുത്തിട്ട്, അതായത് ഔട്ട്ലൈൻ ആദ്യം കൊടുത്തിട്ട് ബീഡ്സ് പിന്നെ കൊടുക്കാം, ആ രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബീഡ്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണമെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ സെരി ത്രെഡും ഈ ഒരു നീഡിലും യൂസ് ചെയ്തിട്ടാണ്, ടുലിപ്പിൻ്റെ ഒരു നീഡിലും യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് സെരി ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഡിസൈനിൻ്റെ പുറത്തു കൂടെ അതിൻ്റെ വരച്ച ഔട്ട്ലൈൻ ഉണ്ടാവില്ല, ആ ഔട്ട്ലൈനിലൂടെ ജസ്റ്റ് ചെയിൻ സ്റ്റിച്ചുകൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ
ലീഫിന് മൊത്തം ചെയ്തതിന് ശേഷം ഫ്ലവറിനും ആ ഒരു ഔട്ട്ലൈന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഫ്ലവറിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത് കേട്ടോ. ലീഫിന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ആദ്യം ഔട്ട്ലൈന് കൊടുത്തിട്ട് പിന്നീട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തത് ആദ്യം ബീഡ്സ് വർക്ക് ചെയ്തതിന് ശേഷമാണ് അതിന് ചുറ്റും ഔട്ട്ലൈന് കൊടുക്കുന്നത്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ ഔട്ട്ലൈന് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഡിസൈനിന് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ലൈന് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഗോൾഡൻ കളറും കൂടെ അതിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ വർക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒന്നുകൂടെ നല്ല ഭംഗി തോന്നിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്ലൈന് കൊടുക്കാൻ കാരണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നമ്മളിഷ്ടം പോലെ ചെയ്യാം. ലീഫിൻ്റെ ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെ ഇനി ഫ്ലവറിൻ്റെ ഔട്ട്ലൈനും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ആദ്യം ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം സെൻറ്ററിലേക്ക് ആ ഒരു സർക്കിളും കൂടെ ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അവിടുന്ന് നേരെ മുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എൻഡ് നോട്ട് ഇട്ടിട്ട് പോവല്ല, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പെറ്റലും കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ ചെയിൻ സ്റ്റിച്ച് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പിന്നെ ആ സർക്കിളും കൂടെ കവർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുന്ന മെത്തേഡ് കാണിക്കുക. സീക്വൻസ് വെച്ചിട്ടാണ് ഫ്ലവർ അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു സർക്കിൾസും കർവ്സും ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ നോക്കുക. വലിയ വലിയ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള കർവുകൾ കറക്റ്റ് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി സീക്വൻസ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നീഡിലും പിന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന ബീഡ്സ് വർക്കിന് യൂസ് ചെയ്തിരുന്ന ആ ഒരു ത്രെഡുമാണ് യൂസ് ചെയ്ത് നൈലോണിൻ്റെ ത്രെഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെറ്റലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് സീക്വൻസ് ഇട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫില്ലിങ് കൊടുക്കുന്നത്. പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് ടോപ്പ് ടു താഴേക്ക് ബോട്ടത്തിലേക്ക് ചെയ്തെടുക്കുക. ബോട്ടത്തിലെത്തുന്ന സമയത്ത് വീണ്ടും ടോപ്പിലേക്ക് തന്നെ പോയിട്ട്, അതായത് ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ടിട്ട് അവിടെ സീക്വൻസ് യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ചുകൾ മാത്രം ഇട്ടിട്ട് എന്ത് ചെയ്യാം, മുകളിലേക്ക് കൊണ്ടുപോവുക. അവിടുന്ന് പിന്നെ താഴേക്ക് വീണ്ടും സീക്വൻസ് കൊടുക്കുക. ആ രീതിയിലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ മൊത്തം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൽ ഈ സീക്വൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം ബീഡ്സ് വർക്ക് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് സീക്വൻസ് വർക്കും ചെയ്യുന്നത്. ആദ്യം നീഡിലേക്ക് സീക്വൻസ് ലോഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റിച്ചിനും ഓരോ സീക്വൻസ് വീതം ക്ലോത്തിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു മെത്തേഡിലാണ് ഈ
സീക്വൻസ് വർക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ പെറ്റൽസും ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, പെറ്റലിൻ്റെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്ന രീതിയിൽ സീക്വൻസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും നമ്മൾ സീക്വൻസ് വർക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് ആണ് ലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഔട്ടർ പോർഷനിൽ ഇന്നർ പോർഷനിലേക്ക് വരുന്ന രീതിയിൽ ജസ്റ്റ് അതിനെങ്ങനെ കർവ് ആക്കിയിട്ട് ആ ഒരു ഡിസൈനിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ചെയ്ത പോലെ തന്നെ ഒരു 2 3 ഒക്കെ 2 മാക്സിമം 2 കൊടുത്താൽ മതി. ഇത് കുഞ്ഞൊരു പോർഷനല്ലേ, അപ്പോൾ 2 ബീഡ്സൊക്കെ ഒരു ടൈമിൽ കൊടുത്തിട്ട് ഇന്നർ പോർഷനിലേക്ക് ഇങ്ങനെ ഡിസൈന് ഫില്ല് ചെയ്തെടുക്കുന്ന രീതിയിൽ ഈ ഒരു പോർഷനും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ഡിസൈന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിൽ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ സ്വീക്വൻസിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വർക്കാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സ്വീക്വൻസസ് ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻവിസിബിൾ ത്രെഡ് അല്ലെങ്കിൽ നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ആൻഡ് ഫൈനലി ഇതിലൊരു സീക്വൻസിൻ്റെ ചെറിയൊരു സ്പ്രെഡിങ്ങിൻ്റെ ഒരു പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷന് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ സീക്വൻസും കൊടുത്തിട്ട് അവിടെ ആ ഒരു സീക്വൻസിൻ്റെ കൂടെ ഒരു ചെയിൻ സ്റ്റിച്ചും അതിൻ്റെ കൂടെ തന്നെ അവിടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു എൻഡ് നോട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഓരോ സീക്വൻസ് സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോ സീക്വൻസ് ചെയ്യുമ്പോഴും എൻഡ് നോട്ട് ചെയ്തിട്ട് അടുത്ത സ്പേസിലേക്ക് പോവുക. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് സീക്വൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു എൻഡ് നോട്ടും കൊടുക്കുക. ആ രീതിയിലാണ് ഈ ഒരു സ്പ്രെഡിങ് ചെയ്തെടുത്തിട്ടുള്ളത്.